ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൽട്ടന്റെ ആറ്റോമിക സിദ്ധാന്തമാണ്. ഡാൽട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം. ഓക്കെ, പ്രധാന ആശയങ്ങൾ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. പ്ലം പുഡിംഗ് മാതൃക ഓർ റെസിൻ പുഡിംഗ് മാതൃക ഓർ തണ്ണിമത്തൻ മാതൃക. ഓക്കെ, ഈ മാതൃക പ്രകാരം ആറ്റത്തിന് ഒരു ഗോളാകൃതിയാണ്. തണ്ണിമത്തനിൽ മാംസഭാഗം വ്യാപിച്ചിരിക്കുന്നത് പോലെ ഒരു ആറ്റത്തിൽ അതിന്റെ മുഴുവൻ മാസും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. തണ്ണിമത്തനിൽ അതിലെ അരികൾ ക്രമീകരിച്ചിരിക്കുന്നത് പോലെയാണ് ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിന് ചുറ്റും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. ആകെയുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം നെഗറ്റീവ് ചാർജിന്റെ എണ്ണത്തിന് തുല്യമാണ്. അതിനാൽ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത ഒരു കണമാണ്. ഓക്കെ, റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക. ഓക്കെ, റുദർഫോർഡിന്റെ ആൽഫ റേ സ്കേറ്റിംഗ് പരീക്ഷണം. നിരീക്ഷണങ്ങൾ: ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഒരു വ്യതിയാനവും ഇല്ലാതെ സ്വർണ്ണപ്പാളികളിലൂടെ കടന്നുപോയി. ഇത് കാണിക്കുന്നത് ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ് എന്നാണ്. കുറച്ച് ആൽഫ കണങ്ങൾ ചെറിയ ആംഗിളിൽ വ്യതിചലിച്ചു. ഇത് കാണിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഭാഗമുണ്ട് എന്നാണ്. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി ആംഗിളിൽ വ്യതിചലിച്ചു. ഇത് കാണിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് വളരെ ചെറുത് ആണെന്നാണ്. റുദർഫോർഡ് ആറ്റം മോഡൽ പോസ്റ്റുലേറ്റ്സ്: ഒരു ആറ്റത്തിന്റെ എല്ലാ പോസിറ്റീവ് ചാർജും ഭൂരിഭാഗം മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന ആറ്റത്തിന്റെ മധ്യഭാഗത്താണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ പരിക്രമണം ചെയ്യുന്നു. ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു വൈദ്യുത സ്ഥിര ആകർഷണ ബലം മൂലമാണ്. റുദർഫോർഡ് മാതൃകയുടെ പരിമിതികൾ: ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് ഘടനയെ കുറിച്ച് പറയുന്നില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിരവധി ലൈനുകൾ ഉണ്ട്. ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫ്രണ്ട്, ഹംഫ്രി എക്സെട്ര എന്നിവയാണ് ആദ്യ ലൈനുകൾ. ഏതൊക്കെയാണ് ലൈനുകൾ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ആദ്യ ലൈനുകൾ ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫ്രണ്ട്, ഹംഫ്രി. ഇതിൽ ബാൾമർ സീരീസ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ഏത് സീരീസ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്? ബാൽമർ. ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയൻ ആണ് ലൈമാൻ സീരീസ്. ബാൾമർ സീരീസ് ഇൻഫ്രാറെഡ്, ബ്രാക്കറ്റ് സീരീസ് ഇൻഫ്രാറെഡ്, ഫണ്ട് സീരീസ് ഇൻഫ്രാറെഡ്. ഓക്കെ, ലൈമാൻ സീരീസ് മാത്രമാണ് അൾട്രാ വയലറ്റ് റീജിയൻ. ബാൾമർ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ് ഒക്കെ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.